പ്രശാന്ത് സാർ, ഏത് സംസ്ഥാനത്ത് ഇലക്ഷൻ കഴിഞ്ഞാലും അവിടെ കോൺഗ്രസിന് ഒരു പരാജയം ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അലംഭാവം മൂലമാണ് അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുക. പലതവണ ഇത് ആവർത്തിച്ചതാണ്. മഹാരാഷ്ട്രയിലും നമ്മൾ അത് തന്നെ കണ്ടതാണ്. ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി തരിക എന്നൊക്കെയാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിച്ചത്. ഒടുവിൽ എന്താണ് ചോദ്യം, അതിനൊരു വ്യക്തത വരുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിനെ ഇതാ രാഹുൽ ഗാന്ധി സ്വാഗതം ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം? കോൺഗ്രസിന്റെ ഓരോ പരാജയവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ പഴി ചാരുന്നതിനെ എന്ത് തരം രാഷ്ട്രീയമായിട്ട് നമുക്ക് കണക്കാക്കാം? യഥാർത്ഥത്തിൽ അയാളുടെ പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ എന്റെ മുന്നിൽ നീതു എനിക്കറിയത്തില്ല. അയാൾക്ക് പ്രശ്നം ഉണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഇത് അയാളുടെ പ്രശ്നമാണോ ആരെങ്കിലും ഉണ്ടാക്കുന്ന പ്രശ്നമാണോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. ഏതായാലും ലോകത്തിലെ ഏറ്റവും വലിയ ചാർലി ചാപ്ലിൻ ആയിട്ട് ഇദ്ദേഹം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ചാർലി ചാപ്ലിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ചാർലി ചാപ്ലിൻ ആയിട്ട് ഈ പപ്പു പപ്പു എന്നുള്ള പേര് ആരിട്ടാലും അവനൊരു സല്യൂട്ട്, കാരണം കൊള്ളാവുന്ന പേരാണ്, അങ്ങനെ ശോഭിക്കുന്നുണ്ട്, ആ പേരിൽ അദ്ദേഹം ശോഭിക്കുന്നുണ്ട്. അപ്പം ഇത് ഇപ്പൊ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ അറിയാലോ, മഹാരാഷ്ട്ര തൂത്തുവാരി അങ്ങ് പോയായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ. കാരണം പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള രീതിയിലേക്കൊക്കെ കോൺഗ്രസ് അവിടെ തോറ്റു. പ്രതിപക്ഷ പാർട്ടികൾ ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് അവർക്കും പരാജയം പറ്റി. അതിനുശേഷം പുള്ളി പറഞ്ഞത് അവിടുത്തെ ജനസംഖ്യക്കപ്പുറം വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളുണ്ട്, ആ വോട്ടിനകത്ത് സംശയമുണ്ട്, അന്നേ വ്യക്തത വരുത്തി കൊടുത്തതാ. ആദ്യം വന്ന റിപ്പോർട്ടും അല്ലെങ്കിൽ പോസ്റ്റലോട്ടും തമ്മിലുള്ള വ്യത്യാസമാണ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. ഇപ്പം അത് ഈ അന്താരാഷ്ട്ര മാധ്യമത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിലാണോ അല്ലെങ്കിൽ ഹിന്ദുവിലാണോ എന്ന് തോന്നുന്നു ഇദ്ദേഹം ഒരു ആർട്ടിക്കിളൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുത്തു, അത് വലിയ ചർച്ചയായി. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വ്യക്തത വരുത്തി തരണം എന്നുള്ള രീതിയിൽ പുള്ളി വീണ്ടും വെല്ലുവിളിച്ചു. ഇപ്പൊ ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി തെരഞ്ഞെടുപ്പുകളില് ഇയാൾ ഉദ്ദേശിക്കുന്ന വോട്ടർ പട്ടിക ആരോപണത്തിന്റെ വളരെ കൃത്യമായും വ്യക്തമായും വെളിയിൽ വിടാൻ തയ്യാറാകുന്നു ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അപ്പം ഇദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. ഈ നേരത്തെ അറിയാമല്ലോ, ജനസംഖ്യ അല്ലെ സെൻസസ്, ജാതി സെൻസസ് വേണമെന്ന്. ഈ പൊട്ടൻ അറിയത്തില്ലല്ലോ സെൻസസ് മൊത്തം ജാതി സെൻസസ് ആണ്. അത് വെളിയിൽ വളരെ കൃത്യതയോടുകൂടി വരുത്തണ്ടെന്നുള്ളതല്ല. ഇപ്പം എന്റെ വീട്ടിൽ വന്ന് എന്റെ പേര്, അച്ഛന്റെ പേരും അമ്മയുടെ പേരും മക്കളുടെ പേരും ഭാര്യയുടെ പേരും ഒക്കെ എഴുതിക്കൊണ്ട് പോകുമ്പോൾ അത് ഇപ്പുറത്ത് എന്റെ ജാതി എഴുതിക്കൊണ്ടാവുന്നത്. ഗവൺമെന്റിന് കൃത്യമായിട്ട് ഈ സെൻസസ് എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. ജാതി സെൻസസ്, ഇദ്ദേഹം അത് ജാതി സെൻസസ് എന്നൊക്കെ പറഞ്ഞാൽ ജാതി സെൻസസ് നടത്തിയാൽ ഇവിടെ പുതിയ സംവിധാനം ഉണ്ടാക്കും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ജാതി സെൻസസ് നടത്താം. സെൻസസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാതി അത് വെളിയിൽ വിടണോ വേണ്ട എന്നുള്ള 2011 ഇവര് നടത്തിയ ജാതി സെൻസസ് എന്താ വെളിയിൽ വിടാഞ്ഞെന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരുന്നുണ്ട്. അപ്പൊ അതല്ല, ഇതിനകത്ത് രാജ്യത്തിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള നീക്കം, അതായത് കലാപം ഉണ്ടാക്കാനുള്ള നീക്കം, രാജ്യം അസ്ഥിരമാകാനുള്ള നീക്കം, അതിനെ വിദേശ ശക്തികൾ ഉപയോഗിക്കുന്ന തന്ത്രത്തിന്റെ ടൂളായിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് ലോകം ഉറ്റുനോക്കുന്ന രാജ്യമായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യം, ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാജ്യത്തിനും കഴിയാത്ത രീതിയിൽ 140 കോടി ജനത്തിനകത്ത് ഏതാണ്ട് വോട്ട് ചെയ്യുന്നതിന് 1 കോടി ജനം വരുന്ന ആ കൃത്യതയോടുകൂടിയ 1 കോടി ജനത്തെ വോട്ട് ചെയ്യിപ്പിച്ച് കൃത്യതയോടുകൂടി ഇലക്ഷൻ നടത്തി, അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കുന്ന ഒരു രാജ്യത്ത് തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് അത്തരത്തിലല്ല വരുന്നത്. ഇവിടെ ജനാധിപത്യ സംവിധാനം ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം വിട്ടുപോകാതെ ആൾക്കാരുടെ ഇടയിൽ സംശയം ജനിപ്പിക്കുന്നതിന്, ലോകത്തിനിടയിൽ ഇന്ത്യയെ മോശമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചരണമാണ് ഇയാൾ നടത്തുന്നത്. അപ്പം ഈ പ്രചരണങ്ങളെല്ലാം പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. അതുപോലെ ഒന്ന് വേറൊരു കാര്യം പുള്ളി പറഞ്ഞിട്ട്, ഇലക്ഷൻ കമ്മീഷണർമാരെ തെരഞ്ഞെടുത്തതിനകത്ത് അപാകതയുണ്ട്. പുള്ളി അതിനകത്തൊരു അംഗമാണല്ലോ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, വേറെ ഒരു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റൊരു മന്ത്രി, പ്രതിപക്ഷ നേതാവ്. എന്നിട്ട് 3 പേര് വരുമ്പോൾ 2 പേരുടെ തീരുമാനം നടപ്പാകത്തുള്ളൂ. അപ്പൊ ഇയാൾ ഭരണത്തിൽ വരുവാണെങ്കിൽ ഇയാൾ 2 പേരെ വെച്ചിട്ട് ബി.ജെ.പിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരാളെ വെക്കാം. അപ്പൊ അതിനകത്ത് പുള്ളി സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പുള്ളി വിചാരിക്കുന്നിടത്തൊന്നും ഇല്ല പിള്ളേർ കരയുന്നത് പോലെ കാര്യങ്ങൾ കൈക്കൊണ്ട് കൊടുക്കാൻ ഇത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഭരണ സംവിധാനമാണ്, അല്ലെങ്കിൽ എനിച്ചിത് വേണം പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കാനൊന്നും ഒക്കത്തില്ല. ജനം തീരുമാനിക്കണം. അമ്മച്ചി എടുത്ത് കാര്യം പറയുന്നത് പോലെ, പാർലമെന്റിൽ നിന്ന് ഉറങ്ങുന്നത് പോലെയും ഊളത്തരം കാണിക്കുന്ന പോലെയും ഒന്നും അല്ല. ഈ സിസ്റ്റത്തിന്റെ അകത്താ പുള്ളി വളർന്നതെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ജനാധിപത്യ രീതിയിൽ അന്ന് വന്ന സിസ്റ്റം തന്നെയായിരുന്നു. നിങ്ങളുടെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മൂമ്മയുടെ അച്ഛനും ഒക്കെ വന്ന ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയാണ്. അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തരികിട കാണിച്ചിട്ടുണ്ടാവും, അല്ലെ വേറെ ആരെങ്കിലും വരാൻ സമ്മതിക്കാതിരുന്നിട്ടുണ്ടാവും. എന്നാലും അതിന്റെ ഫോർമാറ്റ് ജനാധിപത്യ രീതിയാണ്. അപ്പൊ ആ രീതിയിലേ വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കിടന്ന് മസിലി പിടിച്ചിട്ടോ എനിക്ക് പ്രധാനമന്ത്രി ആവണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും നടക്കത്തില്ല.
അങ്ങനെ ആവാൻ പറ്റാത്തപ്പോൾ ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കകത്ത് ഈ പറയുന്നത് കലാപങ്ങൾ വരുന്നു, ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം. അപ്പം ആ ആരോപണം കൂടി ഇപ്പൊ പൊളിയാൻ പോവുകയാണ്. കാരണം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ സിന്ധൂരിന് ശേഷമുള്ള ആരോപണവും അല്ലെങ്കിൽ പ്രത്യാരോപണവും ഇന്ത്യയെ മോശമാക്കിയതിന്റെയൊക്കെ റിസൾട്ട് ഏതാണ്ട് സർവേ നടത്തി വെളിയിൽ വന്നു. പപ്പു ഏതാണ്ട് അകത്ത് കയറി, പപ്പു അല്ല പപ്പുവിന്റെ കൂടെയുള്ള പാർട്ടിയും കൂടെ അകത്ത് കയറുന്ന അവസ്ഥയാണ്. അപ്പൊ ഇപ്പൊ പുള്ളി വന്നിട്ടുണ്ട്. അടുത്ത ബീഹാർ ഇലക്ഷൻ പറയുന്നത്, ബീഹാർ ഇലക്ഷൻ സർവേ മൊത്തം വന്നപ്പം BJPക്ക് അനുകൂലമായിട്ട് വരുന്നു. ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അതാണ്ട് ഇലക്ഷൻ കമ്മീഷൻ ജയിപ്പിക്കും. അപ്പം തോക്കുന്ന ഇയാൾ ജയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകൾ, അല്ലെങ്കിൽ ഇയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി ഇപ്പൊ 100 സീറ്റ് കിട്ടി എങ്ങനെ ഇയാൾ തന്നെത്താൻ പോയിരുന്ന എണ്ണിയതാണ്. ഇത് ഈ പറയുന്നത് പോലുള്ള പെട്ടിയും ഈ സംവിധാനവും മറ്റേതും മറിച്ചതും ഒക്കെ വെച്ചാൽ, അപ്പൊ എവിടെ കോൺഗ്രസ് ജയിച്ചാലും അവിടെ പെട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ആ പ്രത്യേകം പെട്ടി അവിടെ വെച്ചേക്കുന്നു. ബാക്കി BJP ജയിച്ചാലും വേറെ സംവിധാനങ്ങൾ ജയിച്ചാലും ഉടനെ ഈ പറയുന്ന വോട്ടിംഗ് മെഷീന്റെ പ്രശ്നമാണ്, ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നമാണ്, മറ്റു പ്രശ്നമാണ്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനെ താറടിക്കുന്ന രീതിയിൽ, ആ സംവിധാനം മോശമാകുന്ന രീതിയിലേക്കുള്ള പ്രചരണം നിരന്തരം ഇന്ത്യക്കകത്തും പുറത്തും ലോകരാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് വന്നതുകൊണ്ടാണ് ഇപ്പം വ്യക്തത വരുത്താനും അല്ലെങ്കിൽ ഈ ആരോപണം ശരിയാണെന്ന് കാണിക്കാനും തെളിയുന്നത്. ഇത് കഴിഞ്ഞാൽ ഇയാൾ ആരോപിച്ചുകൊണ്ടേയിരിക്കും. ഇയാളെ കൊണ്ട് നേരത്തെ ഇതുപോലെ പല ആരോപണം വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും കൂടെ വന്നത്, അതാണ്ട് ഇതിനകത്ത് എന്താണ് കുഴപ്പം കാണിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കാണിക്കാൻ പറഞ്ഞു. അന്ന് ഈ ആം ആദ്മിക്കാരൻ പറഞ്ഞു അങ്ങ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കി കൊണ്ടുതരാം എന്ന് പറഞ്ഞ ആം ആദ്മി പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുവരണ്ട, ഇവിടെ വെച്ചാ കാണിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇയാളങ്ങ് വിളിച്ചണക്കെ പോലും ചെന്നില്ല. നേരത്തെ ഫോൺ ചോർത്തലുമായിട്ട് വിഷയം വെച്ചിട്ട് അന്ന് കോടതി ഇടപെട്ടിട്ട് ഫോൺ ചോർത്തുന്ന ചോദിച്ചണക്ക് ഇയാൾ കൊടുത്തില്ല. ഇയാളുടെ ഫോണിനകത്ത് വേറെ ചില കാര്യങ്ങളൊക്കെ കാണും, അതുകൊണ്ട് ആയിരിക്കും കൊടുത്തില്ല. എല്ലാ ആരോപണ പുകമറ സൃഷ്ടിച്ചിട്ട് ഒന്നിനോടും അടുക്കാത്ത ഒരു അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഒന്നിനും വ്യക്തത വരുത്താത്ത ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ ആരോപണങ്ങൾ നടത്തിപ്പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന പണിയിൽ ഇപ്പൊ പപ്പു പെടും. പിന്നെ നാണമില്ലാത്തതായതുകൊണ്ട് നിരന്തരമായിട്ട് പണി മേടിച്ച് വീണ്ടും ആരോപണം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. എനിക്കൊന്ന് BJP ഇയാളെ വാഴിക്കണം. ഇയാളെയൊക്കെ പിടിച്ച് അകത്തിടാൻ പ്രാപ്തമായിട്ടുള്ള കണ്ടമാനം കേസുകളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ വീണ്ടും ഇയാളെ വാഴിക്കുന്നതിന്റെ പിറകിൽ എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരു അസറ്റാണ് ഈ രാഹുൽ ഗാന്ധി. BJPക്ക് ഒരു നേട്ടമാണ് ഈ രാഹുൽ ഗാന്ധി. കാരണം BJPക്ക് വേണ്ട രീതിയിൽ ജനത്തിനിടയ്ക്ക് അവരുണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കുന്നതിന് ഞാനൊരു പൊട്ടനാണ്, കോൺഗ്രസ് ഞാൻ ഇല്ലാതെയാക്കി തരാമേ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനവും കൊണ്ട് പ്രതിപക്ഷം ഇപ്പൊ സെക്യൂരിറ്റി കൂട്ടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി കൊടുക്കുന്ന അത്രയും സെക്യൂരിറ്റി ഇദ്ദേഹത്തിന് കൊടുക്കും. ഒരു കാരണവശാലും ഈ മനുഷ്യൻ ഒരു 100 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും BJP ചെയ്തിരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം ഇത് BJPയുടെ ഒരു ഐശ്വര്യമാണ്. നമ്മൾ ഈ വലിയ വീടൊക്കെ പണിയുമ്പോൾ അതിന്റെ മുമ്പിൽ ഒരു കോലം കുത്തി വെക്കത്തില്ലേ, വീടിന് കണ്ണു കിട്ടാതിരിക്കുന്നതിന്. ആ കോലത്തിനകത്തോ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു കോലമാണ് ഈ രാഹുൽ ഗാന്ധി. ആ കോലം BJPക്ക് ഒരിക്കലും ഒരു നാശം വരുത്തത്തില്ല. ആ കോലത്തിൽ കോൺഗ്രസ് ഇല്ലായ്മയായിക്കൊണ്ട് ആ കോലത്തിന്റെ ബലത്തിൽ BJP വളർന്നുകൊണ്ടേയിരിക്കും. ഈ കോലം BJPക്ക് ഒരു ഐശ്വര്യം തന്നെയാണ്. ഇപ്പം ഏതായാലും മുട്ടൻ പണി കിട്ടും. എത്ര കിട്ടിയാലും പഠിക്കാത്ത രാഹുൽ ഗാന്ധിക്ക് ഇത് ഒരു വിഷയവുമല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ്, രാഹുൽ ഗാന്ധിക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഇതിനെ കൃത്യമായി ഉപയോഗിക്കാൻ BJPക്ക് സാധിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇലക്ഷൻ കമ്മീഷനെ നിരന്തരമായി വിമർശിക്കുക, ശേഷം കോടതിയിൽ നിന്നും പണി വാങ്ങിക്കൂട്ടുക, ഇതൊക്കെയാണ് നിലവിൽ കോൺഗ്രസിൽ നിന്നും രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പതനത്തിന് രാഹുൽ ഗാന്ധി കൂടുതൽ വളം വെച്ചു കൊടുക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.